ഇത് അല്പം നമുക്കൊരു ഇടുത്തി ഉണ്ടാക്കുന്ന വാർത്ത കൂടിയുണ്ട്. പാചകവാതക വില വീണ്ടും കൂട്ടി എന്നുള്ളതാണ്. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വില കൂടിയിട്ടില്ല എന്ന ആശ്വാസമാണ്. പക്ഷേ വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വില 46 രൂപയാണ് വർദ്ധിച്ചത്. ഒരു സിലിണ്ടറിന് ഇപ്പോൾ 3131 രൂപ നൽകണം. ഇത് വലിയ കനത്ത തിരിച്ചടിയാണ് ഹോട്ടലുകൾക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും മറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിലക്കയറ്റം ഹോട്ടൽ മേഖലയെ ബാധിക്കും എന്ന ആശങ്ക ഹോട്ടൽ ഉടമകൾ പങ്കുവെക്കുന്നുണ്ട്. പാചകവാതകത്തിനും പാൽ ഉൽപ്പന്നങ്ങൾക്കുമാണ് വില കൂടിയത്. ഹോട്ടൽ ഭക്ഷണത്തിന് ഇനിയും ചിലവ് കൂടും. കാരണം ചായക്കൊക്കെ നേരത്തെ 10 രൂപയായിരുന്നത് ഇപ്പോൾ 12 ആക്കി, അതിപ്പോൾ 15 ആക്കുമെന്ന് ചില ചെറിയ ചായ കച്ചവടക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ അവർക്ക് വേറെ മാർഗ്ഗമില്ല എന്നാണ് പറയുന്നത്. പാലിന് കൂടി വില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ വയറ്റത്തടിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടെ മിൽമ പാലിനും തൈരിനും വില വർധന ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക. പാൽ വില ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപയും കൂടും. പുതിയ പാക്കറ്റുകൾ വരുന്നതുവരെ പഴയ വില പ്രിന്റ് ചെയ്ത കവറുകളിലായിരിക്കും പാൽ കിട്ടുക. നെയ്യടക്കം മറ്റ് ഉൽപ്പന്നങ്ങൾക്കും താമസിയാതെ വില ഉയരും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ വില വർധനവ്. അതിപ്പോൾ നിലവിൽ വരികയാണ്. അതൊരു സ്കൂൾ തുറക്കുന്ന ദിവസമാണ്, ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭമാണ് എന്നതുകൂടി പ്രത്യേകതയാണ്. ഇനിയും വില കൂടുന്നത് മറ്റു ഉൽപ്പന്നങ്ങൾക്ക് പല ഉൽപ്പന്നങ്ങൾക്കും വില കൂടുതൽ തുടർന്നേക്കാം അല്ലേ? പാചകവാതകത്തിന് പിന്നാലെയാണ് പാൽ ഉൽപ്പന്നങ്ങൾക്കും പാലിനുമൊക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ 4 രൂപയാണ് പാലിന് ലിറ്ററിന് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം തൈരിനകട്ടെ കിലോഗ്രാമിന് 10 രൂപയും മഞ്ഞ കവർ പാലിന് 27 രൂപയും നീല കവർ പാലിന് 30 രൂപയും ഓറഞ്ച് കവർ പാലിന് 30 രൂപയും പച്ച കവറിലുള്ള പാലിന് 32 രൂപയുമായിരിക്കും ഇനി മുതൽ ഈടാക്കുക. തൈര് ക്ലാസിക് അതിന് പാക്കറ്റിന് 40 രൂപയാകും. തൈര് എലൈറ്റിന് 45 രൂപ. ഇങ്ങനെയാണ് മിൽമയുടെ വില വർധനവ്. ഇത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പക്ഷേ പുതിയ കവറുകളൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ കവറിൽ തന്നെ ആയിരിക്കും പാൽ എത്തുക. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വർദ്ധിപ്പിച്ച വിലയായിരിക്കും എന്നതാണ് കൗതുകം. ഞാനിപ്പോൾ ഉള്ളത് വലിയ തുറയിലുള്ള ഒരു ചെറിയ ചായക്കടയിലാണ്. ഇവിടെ ചേട്ടാ, ചായക്ക് എത്രയാണ് ഇപ്പോൾ? ഇപ്പോൾ നമ്മൾ 12 രൂപ ഈടാക്കിക്കൊണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ 15 രൂപ ഈടാക്കും. കാരണം പാലിൻ്റെ വില കൂടിയതുകൊണ്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമുക്ക് ഇനി 15 രൂപ വെച്ച് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ആൾക്കാരൊക്കെ സഹകരിക്കുമോ ഈ 15 രൂപ ചായക്കെന്ന് പറയും? 15 രൂപ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെയും പാലിൻ്റെയും വില കൂടുമ്പോഴത്തേക്കും നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതൊരു ചെയ്താലല്ലേ പറ്റുള്ളൂ. കാരണം നമുക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം ചായ 5-10 കവർ പാലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? കാരണം ഇതുപോലെ വില കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വില കൂട്ടിയാലേ പറ്റുള്ളൂ. ചായയുടെ വില കൂടുക, വില കൂടിയെന്ന് കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടിക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ അല്ല, പണിയിങ്ങോട്ടെങ്കിൽ ഇവിടെ നിന്ന് കുടിക്കും, അങ്ങോട്ടേക്ക് അവിടെ നിന്ന് കുടിക്കും. അപ്പം അവർ പറയുന്ന ന്യായം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ന്യായം തന്നെ. പിന്നെ അവര് നഷ്ടത്തിൽ കൊടുക്കാൻ പറ്റൂലല്ലോ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. 15 20 കൊടുത്തേ പറ്റൂ. അപ്പോൾ അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. 15 രൂപയിലേക്ക് 12 രൂപയായിരുന്നു ചായക്കടകളിലൊക്കെ ഈടായിക്കൊണ്ടിരുന്നത്. അത് 3 രൂപയുടെ കൂട്ടാനുള്ളൊരു പരിപാടിയിലാണ്. കാരണം 15 രൂപയാക്കാതെ രക്ഷയില്ല എന്നാണ് ചെറുകിട കച്ചവടക്കാർ വരെ പറയുന്നത്. അപ്പോൾ ഹോട്ടലുകളുടെ കാര്യം പറയേണ്ടതില്ല. അപ്പം ഗണ്യമായൊരു വില വർധനവ് പ്രതീക്ഷിക്കാം ഹോട്ടലുകളിലൊക്കെ ഇന്നു മുതൽ. കാരണം പാചകവാതകത്തിനും പാലിനും പാലുൽപ്പന്നങ്ങൾക്കുമൊക്കെ ഒരേ സമയം വില കൂടുന്ന ഒരു സാഹചര്യം അത് വളരെ അപ്രതീക്ഷിതമായി ഒരു കൂനിന്മേൽ കുരു പോലെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇത് ഹോട്ടലുകളെ ഇനി ബാധിക്കുക എന്നതൊക്കെയാണ് അറിയാനുള്ളത്. വൈകാതെ തന്നെ പുതുക്കിയ വിലവിവര പട്ടികയൊക്കെ പുറത്തു വരുമായിരിക്കും. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് സാധാരണ ചായക്കടയിൽ നിന്നൊരു ചായ മേടിക്കുമ്പോൾ 15 രൂപ കൊടുക്കേണ്ടി വരുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ വില വർധന അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് സാഹചര്യം. പാലിനും തൈരിനും ഒക്കെ വില കൂടുകയാണ്. ഗ്യാസിന് വാണിജ്യ സിലിണ്ടറിന് വില കൂടി. അപ്പോൾ 10 രൂപയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്ന ചായ ഇനി 12 ആയി. 12 നിന്ന് 15 കച്ചവടക്കാർ ഉയർത്തുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ ചായ കുടിക്കുന്നവർക്ക് ന്യായമുണ്ട്. കാരണം വില വർധനവ് കച്ചവടക്കാരെയാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിക്കുക. നഷ്ടം സഹിച്ചവർക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കാനാവില്ല. സ്വാഭാവികമായും 15 രൂപ കൊടുത്തും ഞങ്ങൾ ചായ കുടിക്കുമെന്നാണ് സ്ഥിരം ചായപ്രേമികൾ പറയുന്നത്. നമുക്ക് തിരിച്ചു